മാക്സിമം പാർട്ടി ചെയ്തു കഴിഞ്ഞു, സസ്പെൻഡ് ചെയ്തു. അത് പുറത്താക്കലിന് തുല്യമാണ്. ഇനി പാർട്ടിയുമായി യാതൊരു ബന്ധവും ഈ വിഷയത്തിനില്ല. ഈ വിഷയം പാർട്ടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഒപ്പം തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ ഒരു നീക്കം ഇതിലുണ്ട്. സർക്കാർ ഇതിന് അമിതമായ പ്രാധാന്യം നൽകുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സർക്കാർ ഇത് മാറ്റിവെക്കും. അതിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സർക്കാരിന് ഇതിലൊരു അമിത പ്രാധാന്യം കൊടുക്കുന്നത് എന്നുകൂടിയാണ് കെ മുരളീധരൻ പറഞ്ഞത്. സഫാൻ വി പി ചേരുന്നതിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സഫാൻ, മുരളീധരൻ എന്താണ് പറയുന്നത്? പാർട്ടി ഇനി ഇതിൽ ഒന്നും ചെയ്യാനില്ല, ചെയ്യാവുന്നതിനെ പരമാവധി ചെയ്തു, ഈ വിഷയം ഞങ്ങൾ ക്ലോസ് ചെയ്തു, അങ്ങനെയാണ് മുരളീധരൻ പറഞ്ഞത്. ജീന, അങ്ങനെ തന്നെയാണ്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനെതിരായ വീണ്ടും പാർട്ടിയിലേക്ക് KPCC അധ്യക്ഷന് ഇത്തരത്തിൽ മെയിൽ, പേരോ സ്ഥലമോ ഇല്ലാത്തൊരു പരാതി വന്നു. എന്നാൽ ഇങ്ങനെ ഒരു പരാതി വന്ന ഉടനെ തന്നെ ആ പരാതി DGPക്ക് കൈമാറുകയാണ് KPCC നേതൃത്വം ചെയ്തത്. ആ അർത്ഥത്തിലുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ, പോലീസ് നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നടപടിയൊക്കെ പാർട്ടി നേതൃത്വം സ്വീകരിക്കും. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടത് ഈ പാർട്ടി പോലീസാണ്. പോലീസുമായി എന്തെങ്കിലും തരത്തിൽ സഹകരിക്കാനുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം സഹകരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ ആരോപണം കൂടി കെ മുരളീധരൻ ഉയർത്തുന്നുണ്ട്. 11-ാം തീയതി വരെ ഇത്തരത്തിൽ ഈ കേസ് ലൈവിൽ നിർത്താൻ സർക്കാരും CPM-ഉം ശ്രമിക്കും എന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണം കൂടി കെ മുരളീധരൻ ഉയർത്തുന്നുണ്ട്. ഈ നേരത്തെ ഉണ്ടായ പരാതിയാണെങ്കിലും ഇപ്പോൾ ഉണ്ടായ പരാതിയാണെങ്കിലും അതിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരും പോലീസുമാണ്. അതിനനുസരിച്ചുള്ള പൂർണ്ണ പിന്തുണ പാർട്ടി സ്വീകരിക്കും. അതിനപ്പുറത്തേക്ക് ഈ ചാപ്റ്റർ ഇനി ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതൊക്കെയുള്ള ചാപ്റ്റർ ക്ലോസ് ആയൊരു അധ്യായമാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിക്കൊന്നും സ്വീകരിക്കാനുള്ള, ഇനി ഇത്തരത്തിൽ എന്ത് പരാതി വന്നാലും അതിന് നിയമപരമായിട്ടുള്ള എന്ത് പിന്തുണയും പാർട്ടിയും പാർട്ടി നേതൃത്വവും നൽകും. അതിനപ്പുറത്തേക്ക് ഈ ചാപ്റ്ററിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. അതിനപ്പുറത്തേക്ക് ഇതിനൊരു രാഷ്ട്രീയപരമായി CPM-ഉം സർക്കാരും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളൊരു പരാമർശം കൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ജീന, ശരി സഫാൻ.